ജിപ്സത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ 14-ലധികം നഗരങ്ങളിൽ പ്രചാരമുള്ളതും ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ടതുമായ പ്ലാസ്റ്റർ മേഖലയിലെ ബിൽഡൺ എന്ന പേര് എല്ലാവർക്കും പരിചിതമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലാസ്റ്റർ നിർമ്മിക്കുന്നതിൽ ഞങ്ങളുടെ കമ്പനി പ്രശസ്തമാണ്. അതിന്റെ ഉപയോഗവും സംബന്ധിച്ച് ചില നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ മികച്ച ഉൽപ്പന്നം നമുക്ക് കാണാനാകും. ജിപ്സം പ്ലാസ്റ്ററിംഗിന് ആവശ്യമായ ഉപകരണങ്ങൾ: സ്ട്രിംഗ്, സ്റ്റീൽ ട്രോവൽ, മെഷറിംഗ് ടേപ്പ്, ബോബ് പ്ലംബ്, അലുമിനിയം ചാനൽ, ബക്കറ്റ്, PVC ഷീറ്റ്, റോളർ. പ്ലാസ്റ്റർ ചെയ്യേണ്ട മതിൽ നന്നായി പരിശോധിക്കണം. പാടുകൾ നീക്കം ചെയ്തതിനു ശേഷം ഈർപ്പം ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായ ചികിത്സ നടത്തണം. നനഞ്ഞ ചോർച്ചയുള്ള ഒരു മതിൽ പ്ലാസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ കഠിനാധ്വാനവും മെറ്റീരിയലും പാഴാകും. പ്ലാസ്റ്ററിംഗിന് മുമ്പ് സിബോറെക്സ് മതിലുകൾക്കിടയിലുള്ള ജോയിന്റിൽ ഒരു റോളറിന്റെ സഹായത്തോടെ ബിൽഡൺ ബോണ്ടിംഗ് ഏജന്റ് പ്രയോഗിക്കുക. അങ്ങനെ പ്ലാസ്റ്റർ ഭിത്തിയിൽ കൂടുതൽ ദൃഢമായി ഘടിപ്പിക്കും. പ്ലാസ്റ്റർ ലായനി തയ്യാറാക്കാൻ നിങ്ങൾ വെള്ളം നിറച്ച വൃത്തിയുള്ള ബക്കറ്റ് എടുക്കണം. പ്ലാസ്റ്ററിംഗിന്റെ സമയം ക്രമീകരിക്കാൻ ബിൽഡൺ നൽകുന്ന റിട്ടാർഡർ ഉപയോഗിക്കുക. 20 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം റിട്ടാർഡർ ഉണ്ടായിരിക്കണം. ബിൽട്ടൺ ജിപ്സത്തിന്റെ അളവ് വെള്ളത്തേക്കാൾ 3 ഇരട്ടി കൂടുതലായിരിക്കണം. ഈ മിശ്രിതം യന്ത്രമുപയോഗിച്ചോ കൈകൊണ്ടോ ശേഖരിച്ചു ഒരു മിശ്രിതം ഉണ്ടാക്കുക. തരികളില്ലാതെ കുഴമ്പ് മിനുസമായിരിക്കണമെന്ന് ഓർമ്മിക്കുക. മിശ്രിതം പ്രയോഗിക്കുവാൻ തയ്യാറാകുന്നവരെ കാത്തിരിക്കുക. മതിലിന്റെ 4 കോണുകളിൽ ലെവൽ സ്ക്രീഡ് ഉണ്ടാക്കുക. അതുവഴി നിങ്ങൾക്ക് പ്ലാസ്റ്ററിന്റെ നിലയെക്കുറിച്ച് ഒരു ആശയം ലഭിക്കും. മഴുപേപ്പറിന്റെ സഹായത്തോടെ അധിക മിശ്രിതം നീക്കം ചെയ്യുക. ബോബ് പ്ലംബ് മുകളിലെ ലെവൽ സ്ക്രിഡിനൊപ്പം താഴത്തെ ലെവൽ സ്ക്രിഡും ഒരു ത്രെഡിലേക്ക് ചേർക്കുന്നു. അതുപോലെ സ്ട്രിംഗ് ഉപയോഗിച്ച് അടുത്തുള്ള ലെവൽ സ്ക്രിഡ് ഉപയോഗിച്ച് ലെവൽ സ്ക്രിഡ് ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക. മധ്യ ലെവൽ സ്ക്രിഡ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ മതിൽ ഇതുപോലെ കാണപ്പെടും. ഇത് കഴിഞ്ഞു ബോണ്ടിംഗ് ഏജന്റ് പ്രയോഗിച്ചതിനു ശേഷം ജോയിന്റിൽ ഫൈബർ മെഷ് ഇടുക. ഇങ്ങനെ ചെയ്യുന്നത് വിള്ളലുകൾ ഒഴിവാക്കും. അലുമിനിയം ചാനലിന്റെ സഹായത്തോടെ മുകളിലെ ലെവൽ സ്ക്രീഡിൽ നിന്ന് താഴത്തെ ലെവൽ സ്ക്രീഡിലേക്ക് ജിപ്സം കോട്ടിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരകൾ ഉണ്ടാക്കാം. ഇത് ഒരു ലെവലിൽ ഭിത്തിയിൽ പ്ലാസ്റ്റർ നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കും. കൈകൊണ്ടോ മെഷീൻ ഉപയോഗിച്ചോ ചുവരിലെ ജിപ്സം ലൈനുകൾക്കിടയിൽ പ്ലാസ്റ്റർ പുരട്ടി അലൂമിനിയം ചാനൽ കൊണ്ട് അധിക പ്ലാസ്റ്റർ നീക്കം ചെയ്യുക. അങ്ങനെ ലെവൽ സ്ക്രീഡിന്റെ കനം ഉള്ള പ്ലാസ്റ്റർ ഭിത്തിയിൽ സമാന്തരമായി തയ്യാറാക്കുകയും തടിച്ചതായി തീരുകയും ചെയ്യുന്നു. മതിൽ ഒരു സ്ഥലത്തും ഉയർന്നതോ താഴ്ന്നതോ പാടുകളുള്ളതോ ആയി കാണപ്പെടരുത്. ചുവരിൽ പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ മതിൽ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഒരു സ്റ്റീൽ ട്രോവൽ ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യുക. പക്ഷേ അവസാനം അത് ഗ്ലാസ് പോലെ ആയിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ പൂർണ്ണ വിജയിയെന്ന് വിളിക്കപ്പെടൂ. ബിൽഡൺ ജിപ്സം പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഞങ്ങൾ നൽകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായി പാലിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായ കണ്ണാടി പോലെ തോന്നിക്കുന്ന ഒരു മതിൽ ലഭിക്കും.